ഹായ് ഗായ്സ്, അഖിൽപുറം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ സെക്കൻഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് പുറത്തുവിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 11 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആവത്തുള്ളൂ. അതോടൊപ്പം വരുമണിക്കൂറിലെ കൃത്യമായ വോട്ടും വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് അനുമോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഷാനവാസിൽ നിന്നാണ് തൻ്റെ ഒന്നാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 4325 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിലാണ് തൻ്റെ ഒന്നാം പൊസിഷൻ തിരിച്ച് കരസ്ഥമാക്കിയത്. രണ്ടാം പൊസിഷനിൽ ഷാനവാസാണ് ഉള്ളത്. ഷാനവാസ് വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ അനുമോളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്രാൾ തന്നെയാണ് തുടരുന്നത്. ജിസേൽ വോട്ടിങ്ങിന് തുടക്കത്തിൽ തന്നെ മൂന്നാം പൊസിഷൻ കരസ്ഥമാക്കിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. ആ പൊസിഷൻ ഇതുവരെയും വിട്ടുകൊടുക്കാണ്ട് 3980 വോട്ട് നേടി ഷാനവാസിൻ്റെ തൊട്ടു പിന്നാലെ മൂന്നാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ്. നാലാം പൊസിഷനിൽ ബിന്നി തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. വോട്ടിങ്ങിന് തുടക്കത്തിൽ ഒരു 5ാം പൊസിഷനിലാണെങ്കിലും പിന്നീട് തൻ്റെ 4ാം പൊസിഷനിലേക്ക് കയറി വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 3508 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ നൂറ അതില ടീം തന്നെയാണ് തുടരുന്നത്. 3330 വോട്ട് നേടിയാണ് 5ാം പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമായിട്ട് 5ാം പൊസിഷൻ തന്നെ നിലകൊള്ളുകയാണ്. 6ാം പൊസിഷനിൽ അപ്പാനി ശരത്ത് തന്നെയാണ് തുടരുന്നത്. അപ്പാനി ശരത്ത് നേരത്തെ 5ാം പൊസിഷനിലായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 3323 വോട്ടിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ 6ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. 7ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ആര്യൻ ഖത്തറിയെ കയറി വന്നിരിക്കുകയാണ്. ആര്യൻ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. 3169 എന്ന വോട്ടിൻ്റെ ബലത്തിലാണ് തൻ്റെ 7ാം പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. 8ാം പൊസിഷനിൽ നെവിനാണ് കടന്നു വന്നിരിക്കുന്നത്. അട്ടിമറി മുന്നേറ്റവുമായിട്ടാണ് നെവിൻ 8ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് തൻ്റെ 8ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. 3119 വോട്ടാണ് നെവിൻ കരസ്ഥമാക്കി 8ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. 9ാം പൊസിഷനിലേക്ക് അക്ബർ കൂപ്പുകുത്തിയിരിക്കുകയായിരുന്നു. അക്ബർ ഇത്രയും വോട്ട് കുറയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് പോകുന്ന പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 3100 വോട്ട് നേടിയാണ് 9ാം പൊസിഷനിലുള്ളത്. 10ാം പൊസിഷനിൽ ശൈത്യ സന്തോഷ് അട്ടിമറി മുന്നേറ്റമായി കയറി വന്നിരിക്കുകയാണ്. RJ ബിൻസി അട്ടിമറിച്ചുകൊണ്ടാണ് തൻ്റെ പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 2800 വോട്ടാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് RJ ബിൻസിയിൽ നിന്ന് 10ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. 11ാം പൊസിഷനിൽ RJ ബിൻസിയാണ് തുടരുന്നത്. ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ RJ ബിൻസി ഉള്ളത്. 2780 വോട്ട് നേടിയാണ് RJ ബിൻസി തൻ്റെ 11ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. വരുമണിക്കുള്ള വോട്ടിംഗ് ഇവർക്ക് രണ്ടുപേർക്കും വളരെ നിർണായകമാണ്. താങ്ക് യു.